തെറ്റ് ചെയ്തത് ഏതു വലിയവനായാലും ശിക്ഷിക്കപ്പെടണം. അത് പിണറായി വിജയൻ്റെ മകൾക്കും ബാധകമാണ് എന്ന് വിചാരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നീതിബോധത്തിൻ്റെ ഒരു കണികയെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് വീണ തൈക്കണ്ടിയിൽ ചെയ്ത കുറ്റം? 2017 വീണയുടെ എക്സാലോജിക് എന്ന കമ്പനി കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡുമായി IT മാർക്കറ്റിംഗ് സേവനങ്ങൾക്കായി കരാറിൽ ഏർപ്പെടുന്നു. കരാറിൽ പറഞ്ഞിരിക്കുന്ന ഈ സേവനങ്ങൾക്കുള്ള തുക ബാങ്ക് വഴിയാണ് കൈപ്പറ്റുന്നത്. സോഫ്റ്റ്വെയർ മേഖലയിൽ സേവനം നൽകുന്ന ഒരു കമ്പനിയാണ് നിങ്ങളുടേതെങ്കിൽ, നിങ്ങളുടെ കമ്പനി സേവനം ലഭിക്കുന്ന കമ്പനിയുമായി ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റിൽ സാധാരണയായി ഒപ്പുവെക്കാറുണ്ട്. നിങ്ങൾ നൽകിയ സേവനങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്നാണ് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റുകളുടെ രത്ന ചുരുക്കം. CMRLന് ഇങ്ങനെ നൽകിയ സേവനത്തിന് ലഭിച്ച പണത്തിന് എക്സാലോജിക് GST അടച്ച രേഖകളുണ്ട്. തങ്ങൾക്ക് എക്സാലോജിക്കിൽ നിന്ന് ലഭിച്ച സേവനത്തെക്കുറിച്ച് CMRLന് യാതൊരുവിധ പരാതിയുമില്ല. പിന്നെന്താണ് പ്രശ്നം? എക്സാലോജിക് IT മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകിയ CMRL എന്ന കമ്പനി കഴിഞ്ഞ 18 വർഷത്തിനിടെ 182 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ നടത്തിയതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തുന്നു. CMRL ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രേഖയിൽ 40.46 കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും യാതൊരു രേഖയുമില്ലാതെ നൽകിയതാണെന്ന് തെളിയുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 3 മാസം മുമ്പ് ഈ വിഷയം ഇന്ത്യയിലെ വൻകിട സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന SFIO അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന് കൈമാറുന്നു. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. SFIO അന്വേഷിക്കുന്നത് നേരത്തെ പറഞ്ഞ യാതൊരു രേഖകളുമില്ലാത്ത 182 കോടി രൂപയെ പറ്റിയല്ല. GSTയും IGSTയും അടച്ച് കമ്പനിക്ക് പുറത്തുള്ള ഒരാളോടും വെളിപ്പെടുത്തരുത് എന്ന നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഉള്ള സേവനങ്ങൾക്കായി ബാങ്ക് അക്കൗണ്ടിലൂടെ വാങ്ങിയ 1.72 കോടി രൂപയിന്മേൽ മാത്രമാണ്. കൃത്യമായി നോക്കിയാൽ മാസം 2.86 ലക്ഷം. അത് 2-3 സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ സാലറിക്ക് മാത്രം തുല്യമാണ്. തന്റെ കമ്പനിയെക്കുറിച്ച് അത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നതിന് മുൻപ് ഒരു നോട്ടീസ് കൊണ്ടെങ്കിലും തന്നെ അറിയിക്കാനുള്ള ബാധ്യത അന്വേഷണ ഏജൻസിക്കുണ്ടെന്നും തനിക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുകയാണെന്നും വീണ തൈക്കണ്ടി വാദിച്ചു. മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസ് MLA അഴിമതി ആരോപിച്ച് നൽകിയ കേസ് സുപ്രീം കോടതി വരെ പോയി തള്ളി. കുഴൽനാടനെ പരസ്യമായി വിമർശിക്കാനും കോടതി തയ്യാറായി. എന്നാൽ CMRL നിന്ന് കോടാനുകോടി രൂപ വീണ വാങ്ങിച്ചു എന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയതായി മാധ്യമങ്ങൾ വാർത്ത നൽകി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കിട്ടിയ ഈ ആയുധം അവർ പരമാവധി ഉപയോഗിച്ചു. ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നത് ഇതാദ്യത്തെ സംഭവമൊന്നുമല്ല. പക്ഷെ അപ്പോഴും ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലെ 68-ാം പേജിൽ രേഖപ്പെടുത്തിയ 40.46 കോടി രൂപ പണമായി കൈപ്പറ്റിയ രമേശ് ചെന്നിത്തല എന്ന RC, ഉമ്മൻചാണ്ടി എന്ന OC,